കൂട്ടുകാരെ, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തി ഏകദേശം 300ഓളം ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ സീരീസാണ് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പാർട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പതിയെ വരും. ഇത് 100 ചോദ്യങ്ങൾ അടങ്ങിയ പാർട്ട് 1 ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാര്? ഉത്തരം നാനാ സാഹിബ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഈ വർഷം ആഘോഷിക്കുന്നത്? ഉത്തരം 18th. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? ഉത്തരം 1857. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. അടുത്ത ചോദ്യം, 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വി.ഡി. സവർക്കർ. അടുത്ത ചോദ്യം, ശിൽപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൾ പാണ്ഡെ. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ബൃഹത് ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? ഉത്തരം 1885. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ശിപ്പായികൾ സന്ദേശം കൈമാറാൻ ഉപയോഗിച്ച ചിഹ്നം? ഉത്തരം ചപ്പാത്തിയും താമരയും. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യം തുടങ്ങിയത് ഏത് റെജിമെൻറ്റിൽ നിന്നാണ്? ഉത്തരം 3rd നേറ്റീവ് കാവൽറി. അടുത്തത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിക്കൊന്നത്? ഉത്തരം പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ. അടുത്തത്, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം ആനി ബസന്ത്. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സർദാർ അജിത് സിംഗ്. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്.
അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച്? ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ട. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച, വെള്ളയിൽ നീല നിറത്തിലുള്ള അശോകചക്രവും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറമേത്? ഉത്തരം കുങ്കുമ നിറം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം പിംഗലി വെങ്കയ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമേത്? ഉത്തരം വന്ദേ മാതരം. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി? ഉത്തരം കാനിങ് പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്തത്, ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ. അടുത്തത്, ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്തത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം? ഉത്തരം ശാന്തിവനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ? ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്?
ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11. അടുത്തത് ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. അടുത്തത് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? ഉത്തരം 13. അടുത്ത ചോദ്യം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനം. അടുത്ത ചോദ്യം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം ദേശീയ പതാകയിലെ വെള്ള നിറം നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കർണാടകയിലെ ഹൂബ്ലിയിൽ. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം? ഉത്തരം ജനഗണമന. അടുത്തത് ദേശീയ പതാകയുടെ അനുപാതം എത്രയാണ്? ഉത്തരം 3:2. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഉത്തരം മയിൽ. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ മൃഗം? ഉത്തരം കടുവ. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പുഷ്പം? ഉത്തരം താമര. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 22. അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? ഉത്തരം കണിക്കൊന്ന. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഫലം? ഉത്തരം മാങ്ങ. അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം? ഉത്തരം ചക്ക. അടുത്തത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്തത് 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയ നേതാവ്? ഉത്തരം AK ഗോപാലൻ. അടുത്തത് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാബ ആംതെ. അടുത്ത ചോദ്യം ലോക് നായക് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം ജയപ്രകാശ് നാരായൺ. അടുത്ത ചോദ്യം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മാഡം ഭിക്കാജി കാമ. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. അടുത്തത് ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. അടുത്തത് നിയമലംഘന പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശത്ത് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം ചൗരി ചൗര സംഭവം നടന്ന വർഷം? ഉത്തരം 1922 ഫെബ്രുവരി 5. അടുത്ത ചോദ്യം ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം
നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം? ഉത്തരം 1946. അടുത്തത്, സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തിഗാനം എഴുതിയതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. അടുത്തത്, ഈ ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഉറുദു. അടുത്തത്, ജയ് ജവാൻ ജയ് കിസാൻ ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്തത്, ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിലെ ഏക വനിതാ അംഗം? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട്? ഉത്തരം 5. അടുത്തത്, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം? ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന്? ഉത്തരം 2007 ജൂൺ 15. അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം? ഉത്തരം 1498. അടുത്തത്, വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെയായിരുന്നു? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. അടുത്ത ചോദ്യം, കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം? ഉത്തരം 1600. അടുത്തത്, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? ഉത്തരം കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമേത്? ഉത്തരം പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 18. അടുത്തത്, പോരുക പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ ഇത് ആരുടെ വരികളാണ്? ഉത്തരം SK ദാസ്. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തകഴി രചിച്ച പുസ്തകം? ഉത്തരം തലയോട്. അടുത്ത ചോദ്യം, മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം നിലവിൽ വന്ന വർഷം? ഉത്തരം 1909. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വീഡിയോ സീരീസിൽ പാർട്ട് 2 കൂടി ഇറങ്ങും.
അപ്പോൾ അത് കാണുന്നതിന് മുൻപ് എല്ലാവരും ഇത് പഠിച്ച് റെഡി ആയിട്ടിരിക്കണേ. ഇനി പാർട്ട് 2 നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.